അങ്ങനെ താമരപ്പൂ തേടി നമ്മൾ പോവുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ താമരപ്പൂ അധികം കണ്ടില്ല. അപ്പം നമ്മൾ കുമരകത്തുനിന്ന് ബസ് കയറി കണ്ണാറ്റിങ്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അവിടെയാണ് താമരപ്പൂ ഉള്ളത്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് മെല്ലെ അങ്ങ് പോവാം. അങ്ങനെ നമ്മൾ അന്വേഷിച്ച് കേരള കാർഷിക സർവകലാശാല പ്രാഥമിക കൃഷി ഗവേഷണ കേന്ദ്രം കേട്ടോ, കുമരകം, അവിടെ എത്തിയേ. ഇവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തിനായിരുന്നോ അന്വേഷിച്ച് കാണാൻ വേണ്ടി തിരക്ക് കൂട്ടിക്കൊണ്ട് ആ സാധനം ഇവിടെ കാണാൻ കിട്ടിയല്ലോ. കണ്ടോ, താമരപ്പൂ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ വെയിലത്തൊക്കെ വാടിപ്പോകുമെന്ന് വെറുതെ പറഞ്ഞാണ്. ഇതാ ഇവിടെയൊക്കെ നിറച്ചും താമര പൂത്ത് നിൽക്കുന്നുണ്ട്. താമര മാത്രമല്ല, അല്ലാതെ കുറേ പൂക്കളും കൂടെ ഉണ്ട് കേട്ടോ. ഉണ്ടോ ഈ പൂവൊക്കെ കണ്ടോ, ഇത് ഭംഗിയൊന്നും. ഇവിടെ ഒരു നഴ്സറിയൊക്കെ ഉണ്ടേ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഒരു വിപണന കേന്ദ്രവും കൂടെയാണ്. ഇവിടെയും ഉണ്ട് കേട്ടോ, താമര ഉണ്ടോ. ഇവിടെയൊക്കെ അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടേ. താമരയും താമര തോണിയൊക്കെ ഉണ്ട് കേട്ടോ. കുഴച്ചിലുകാരുണ്ടായിരുന്നു നമുക്ക് ഇതിനിടയ്ക്കൂടെ അവർ നമ്മളെ കൊണ്ടുപോയനെ. നിറച്ചും താമരപ്പൂക്കൾ. ഈ അഗ്രികൾച്ചറിൻ്റെ കീഴിൽ ഇത് ചെയ്തേക്കുന്നതാണേ. ഇവിടെയൊക്കെ താമരയുടെ വിത്തൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇതൊരു തെങ്ങിൻ തോട്ടമാണ് കേട്ടോ. ഇതുണ്ടോ, ഇവിടെ താമര മുട്ടുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടോ, വിരിഞ്ഞു വരുന്നതും അപ്പുറത്ത് വിരിഞ്ഞതുണ്ട്. ഇത് വിരിയാറായി നിൽക്കുന്നതാണ്. ഇത് അവിടെ പറഞ്ഞുണ്ട്. നമുക്കൊരു കാഴ്ചയാണ് ഈ ഒരു തെങ്ങിൻ്റെ ഒരു അവസ്ഥ ഉണ്ടോ. പക്ഷേ ഇതിന് മണ്ടയിലോട്ട് നോക്കിക്കഴിയുമ്പോഴാണ് നമ്മൾ അന്തം വിട്ടു പോകുന്നത് കേട്ടോ. അതിൻ്റെ ചോടൊക്കെ വെറും ശേഷിപ്പാണെങ്കിലും അതിന് മണ്ടയിലുള്ള കാ കണ്ടോ. അങ്ങനെ നമ്മൾ താമരപ്പൂ കാണാൻ വന്നപ്പം ഒരു പൂ ആഗ്രഹിച്ച് വന്നപ്പോൾ ഒരു വല്ലം നിറയെ പൂവെന്ന് പറഞ്ഞ പോലെ ഇതുണ്ടോ, ഈ നിൽക്കുന്ന എല്ലാം താമരപ്പൂവാണ്. ഇത് കാണാൻ വേണ്ടി ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇത് കേരള അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് കേട്ടോ. അവരാണ് ഇതിവിടെ ഇങ്ങനെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇവിടുന്ന് ഒരു പൂ പോലും പറിക്കാൻ സാധിക്കില്ല. ഇത് ഒരുപാട് മേഖലയുണ്ട് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്തുമൊക്കെ ഉണ്ട്, നമ്മൾ വന്നിറങ്ങിയിടത്തൊക്കെ ഉണ്ട്. ഒരുപാട് ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഈ വെള്ളത്തിൽ കൂടെ നമ്മൾ വിചാരിക്കുമല്ല, ഈ വെള്ളത്തിൽ ഇവിടെ നല്ല ആഴമുണ്ടേ. നല്ല ആഴമുള്ളൊരു സ്ഥലമാണ് ഇവിടെയൊക്കെ. താമരപ്പൂ പൂമ്പിരിക്കുന്നുള്ളൂ, വിടരാൻ ഭാഗമായിട്ട്. വിടർന്ന പൂക്കൾ ഇവിടെ ഒരുപാടുണ്ട്. ഈ വഴിക്ക് പോയാൽ നമുക്ക് ബോട്ടിംഗ് ഉണ്ട്, അതും കൂടെ ഒന്ന് കണ്ടുവരാം. കുമരകത്തെ ഹൗസ് ബോട്ടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ പോയാലേ. ഈ പാലത്തിൻ്റെ കീഴെയാണ് ബോട്ടിംഗ് ഒക്കെ. ഇവിടെ കുറേയധികം ഉല്ലാസ നൗകകളൊക്കെ കാണുമേ. ഇതാ ബോട്ടിംഗ് കിടക്കുന്നുണ്ട്. ഏത് രീതിയിലുള്ളത് വേണമെങ്കിലും ഉണ്ട്.
ഇതാ നമുക്കിവിടെ ഏത് വിധത്തിലുള്ള ബോട്ടുകൾ വേണമെങ്കിലും ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ബോട്ടല്ല, ഈ ഒരു എന്താ പറയുക വള്ളത്തിനെക്കാട്ടി ഇച്ചിരി കൂടെ വലുത്. അത് ഓരോ രീതിയിൽ ഉല്ലാസ നൗകകളായിട്ട് അവർ ക്രമീകരിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറേ ശിക്കാരകൾ കിട്ടും കേട്ടോ, ചെറിയ ബോട്ടുകൾ. തിരക്കില്ലാത്തതുകൊണ്ട് ശിക്കാരകളൊക്കെ മൂടിക്കെട്ടിട്ടിരിക്കുക. ഇതാണ് ശിക്കാര വള്ളങ്ങൾ. ഇത് കൂടുതലും കാശ്മീരിലൊക്കെയാണ് കാണാറ്. ഇപ്പോൾ ഇവിടെയും വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ബോട്ട് കെട്ടി. ഇവിടെ കയറിയുന്ന ഈ ബോട്ടിൻ്റെ ഉള്ളൊക്കെ കണ്ടുപോകാം. ഉണ്ടോ, നല്ല ഫർണിഷിങ്ങിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുണ്ടോ, ഇഷ്ടംപോലെ ബോട്ടുകളാണ് നിരന്ന് കിടക്കുന്നത്. പക്ഷെ കയറാൻ ആളും കൂടെ ഉണ്ടെങ്കിൽ മതിയെന്ന് മാത്രം. അക്കരയും ഉണ്ട് കേട്ടോ, പക്ഷെ ഇക്കര ഭാഗത്താണ് മെയിനായിട്ടുള്ളത്. ഓരോ വള്ളത്തിനും ഓരോ പ്രത്യേകത ഉണ്ട് കേട്ടോ. സീറ്റൊക്കെ കണ്ടോ, ഈ ചൂരൽ കസേര കൊണ്ടൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നു. ലൈഫ് ജാക്കറ്റുകളും ഉണ്ട്. കുമരകത്തിൻ്റെ ഭംഗിയൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുമരകത്തെ ബോട്ട് ജെട്ടിയും കണ്ടു കേട്ടോ. ഈ മുഴുവൻ ഈ പ്രൈവറ്റായിട്ടുള്ള ബോട്ടുകളാണ് കൂടുതലുള്ളത്. ഇവിടുത്തെ സഞ്ചാരികൾക്ക് വേണ്ടി അവധി ദിവസങ്ങളിലൊക്കെ ഇവിടെയൊക്കെ നല്ലപോലെ ആൾ നിറയും അങ്ങോട്ടെ. ഈ ഇതെല്ലാം നല്ല ഓട്ടമായിരിക്കും ഇവർക്ക്. നല്ല റേറ്റുണ്ട് ഇതിനൊക്കെ, ചെറിയ റേറ്റൊന്നും ആയിരിക്കില്ല. ഒരാൾക്കൊക്കെ പോകാൻ സൗകര്യത്തിലുള്ള ഒന്നും ഇതിനകത്തില്ലാന്ന് തോന്നുന്നു. ഈ ചെറിയ വല്ല കൊതുമ്പ് വള്ളങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ ഒരു വനിതാ ഹോട്ടലുണ്ടേ. നമുക്കിവിടെ കയറി ഊണൊക്കെ കഴിച്ചിട്ട് ഇനി പോവാം. ഇവിടെ ഒരു സ്കൂൾ കാണാം, ABM ഗവൺമെൻറ് UP സ്കൂൾ. കുറേ പഴയ സ്കൂളാണെന്ന് തോന്നുന്നു കേട്ടോ. ഉല്ലാസ നൗകകളാണ് ഇതെല്ലാം കേട്ടോ. ഇതിനുള്ള അന്താരാഷ്ട്ര സൗകര്യങ്ങളാണ് ഇതിനകത്തെല്ലാം. ഇതൊക്കെ ഓപ്പണിംഗ് ആണെങ്കിൽ അപ്പുറത്ത് ഓപ്പണിംഗ് അല്ലാത്ത ഹൗസ് ബോട്ട് കിടപ്പുണ്ട്. ഹൗസ് ബോട്ടുകൾ കുറേ എണ്ണം അതിലേ കിടപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെള്ളത്തിലെ കാറ്റൊക്കെ അടിച്ച് ഈ കരയിൽ കൂടെ നടക്കുന്നതാണ് ഏറ്റവും വലിയൊരു അനുഭവം എന്നൊക്കെ പറയാം നമുക്ക്. അവിടെ കിടക്കുന്നുണ്ടോ ഹൗസ് ബോട്ടുകൾ, അതൊക്കെയാണ് ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ പറയാം അതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ. പക്ഷെ അവരതിനകത്ത് നമ്മളെ അങ്ങനെ കയറ്റത്തില്ല കേട്ടോ. ഇത് അവിടെയും കിടപ്പുണ്ട്. അതിനൊക്കെ നല്ല റെൻ്റായിരിക്കും. ഇവിടെ ആകെ നമ്മൾ ഈ ചെറിയ പാർട്ടികൾ വന്നാൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ശിക്കാര വള്ളങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന് റേറ്റ് കുറവാണ്. അങ്ങനെ കൂട്ടുകാരെ, കുമരകത്ത് വന്നിട്ട് താമര കാണണമെന്നുള്ള വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. ഇഷ്ടം പോലെ താമര പൂക്കളും നമ്മുടെ പുറയിലും മുന്നിലുമൊക്കെ ആയിട്ട് കാണുവാണേ. പക്ഷേ ഒരെണ്ണം പോലെ നമുക്ക് പറിക്കാൻ പറ്റില്ല. പറിച്ചാൽ ഇതിന് ഫൈനുണ്ടേ. ഇത് ഈ അഗ്രികൾച്ചറിൻ്റെയാണ്, കേരള സർക്കാരിൻ്റെയാണ്.
അപ്പം അതിവിടെ ആൾക്കാർ ഇവിടെ വെച്ച് നോക്കുന്നൊക്കെ ഉണ്ട്, ക്യാമറയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് പൂവൊന്നും പറിക്കാൻ അവർ സമ്മതിക്കില്ല. ഏതായാലും നമുക്കിത് കാണണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അപ്പുറത്ത് കുമരകത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുറേ തപ്പി നടന്നിരുന്നു. ഇതുപോലെ പൂക്കൾ നമുക്ക് കാണാൻ പറ്റും. ഇതുകൊണ്ട് എൻ്റെ പുറകിൽ പൂക്കൾ എന്തേലും വന്ന് നോക്കി, ഇഷ്ടംപോലെ പൂക്കളുണ്ട്, കാണാൻ പറ്റി. നമ്മളിങ്ങോട്ട് വരികയാണെങ്കിൽ നേരെ കോട്ടയം ബേക്കറി ജംഗ്ഷനിൽ വന്നിട്ട് കുമരകം റൂട്ടിൽ നേരെ ഇങ്ങ് വന്നാൽ മതി. ഈ കേരള കാർഷിക സർവകലാശാലയുടെ ഒരു ഓഫീസ് കുമരകത്തുനിന്ന് 5 കിലോമീറ്റർ മുന്നോട്ട് വന്നു കഴിയുമ്പോൾ കണ്ണാറ്റിങ്കര എന്ന് പറഞ്ഞ സ്ഥലമാണേ. കണ്ണാറ്റിങ്കര, അത് പെട്ടെന്ന് ഓർത്തിരിക്കുന്നൊരു പേരല്ല. അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തൽക്കാലം ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇത് ഇച്ചിരി ലോങ് വീഡിയോ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ പ്രദേശങ്ങളും എല്ലാം കൂടെ കൂടിയിട്ട് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.